സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി. വാതിലടച്ചിട്ട് സലോമി ചെന്നപ്പോൾ സ്വീകരണ മുറിയിലെ സെറ്റിയിലിരിക്കുകയായിരുന്നു ക്രിസ്റ്റി. അവൻ ക്ഷീണിതനും ദുഃഖിതനുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. എന്തു പറ്റി ക്രിസ്റ്റി? സലോമി അവൻ്റെ അടുത്ത് സെറ്റിയിലിരുന്നു. ഒന്നുമില്ല ചേച്ചി. അവൻ്റെ മുഖത്ത് സാധാരണ കാണാറുള്ള പ്രസന്നതയോ പ്രസരിപ്പോ ഉണ്ടായിരുന്നില്ല. മുടി ചിതറിക്കിടക്കുന്നു. ഷേവ് ചെയ്തിട്ടില്ല. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറ. അവൾ അവൻ്റെ ശരീരത്തിനോട് ചേർന്നിരുന്നു കൊണ്ട് നിർബന്ധിച്ചു. ഇന്നലെ രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ക്ഷീണമാ, അല്ലാതൊന്നുമില്ല. അവൻ പറയുന്നതല്ല യഥാർത്ഥ സത്യമെന്ന് സലോമിക്ക് തോന്നി. എന്തോ പ്രശ്നം അവനെ അലട്ടുന്നുണ്ട്, അത് തീർച്ച. അവൾ കൈയെടുത്ത് അവൻ്റെ താടിയിൽ പിടിച്ചു. മുഖം അവളുടെ നേർക്ക് പിടിച്ചു. അവൻ്റെ മുഖത്തെ കുറ്റിമീശയുടെ സ്പർശനമേറ്റപ്പോൾ അവളുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. സലോമി ചേച്ചിയോട് പറ. എന്ത് കാര്യമാണേലും ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം ക്രിസ്റ്റി. നീ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അതോ കാശിനാവശ്യം വന്നോ? മനസ്സിനൊരു സുഖവുമില്ല ചേച്ചി. എനിക്ക് കുറച്ച് വൈൻ താ. ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു. സ്ലീവ്ലെസ് ടോപ്പും പാദങ്ങൾ മറിഞ്ഞു കിടക്കുന്ന ഞൊറിവുകളുള്ള പാവാടയുമായിരുന്നു സലോമിയുടെ വേഷം. എന്തൊരു വടിവൊത്ത ശരീരം! അവന് പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. ആ സലോമി ചേച്ചിയോട് അധികം ചെങ്ങാത്തത്തിനൊന്നും പോകണ്ട, ജാസ്മിൻ പറഞ്ഞത് അവൻ ഓർത്തു. അതെന്നാ? എനിക്കതിഷ്ടമല്ല. കാരണം പറ. അവർ ആളത്ര ശരിയല്ല. സലോമി ചേച്ചിയെ കുറ്റപ്പെടുത്താൻ അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കണ്ട ആണുങ്ങളുടെയൊക്കെ മുറിയിൽ കയറിയിറങ്ങി നടക്കുന്നവൾക്ക് തന്നെ ഉപദേശിക്കാൻ എന്തർഹതയാണുള്ളത്? സലോമി ഒരു നീണ്ട ഗ്ലാസ് നിറയെ വൈനുമായി വന്നു. ഇത് ഗ്രേപ്പ് വൈനാണ്, മുന്തിരി വീഞ്ഞ്. ഗ്ലാസ് അവൾ അവൻ്റെ നേരെ നീട്ടി. അവൻ അത് വാങ്ങി. അവൾ അവൻ്റെ അടുത്തിരുന്നു. കുടിക്ക്. അവൻ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. വീഞ്ഞിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം, നാവിൽ വീഞ്ഞിൻ്റെ ചവർപ്പ് കലർന്ന മധുരം. മുന്തിരി വീഞ്ഞാണ് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ്. ശലോമൻ രാജാവിന് ഏറ്റവും മികച്ച മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്റ്റി വീണ്ടും വീണ്ടും ഗ്ലാസ്സിലെ വൈൻ കുടിച്ചു. ഇനിയും വേണോ? സലോമി ഉത്സാഹത്തോടെ ചോദിച്ചു. ഇനിയും വേണം ചേച്ചി. അവൻ ഒഴിഞ്ഞ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. സലോമി വീണ്ടും അകത്തെ മുറിയിലേക്ക് പോയി. ആൻ്റണിയുടെ സ്വകാര്യ ബാറിലേക്കാണ് അവൾ പോയത്. ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം അവൾ ബ്രാൻഡി പകർന്നു. അതിനു മീതെ ഗ്ലാസ് നിറയുമോളം വീഞ്ഞൊഴിച്ചു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ നാവ് കുഴയും. കൈകളും കാലുകളും അവൻ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലും. സലോമി ചെന്നപ്പോൾ വിദൂരതയിലേക്ക് കണ്ണുകൾ നട്ട് എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ക്രിസ്റ്റി. അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതും നന്നായി. അല്ലെങ്കിൽ അവനിപ്പോൾ വരില്ലായിരുന്നുവല്ലോ. ക്രിസ്റ്റി. അവൻ മുഖം തിരിച്ച് സലോമിയെ നോക്കി. കുടിക്ക്. അവൻ ഗ്ലാസ് വാങ്ങി ഒരു കവിൾ കുടിച്ചു. അവൻ്റെ മുഖം ഒന്നും ചുളിഞ്ഞത് അവൾ കണ്ടു. ഇത് സാധാരണ വൈനല്ലേ ചേച്ചി? അല്ല പിന്നെ, ഇതെൻ്റെ ക്രിസ്റ്റിക്ക് വേണ്ടി നിന്റെ സലോമി ചേച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ വൈനാണ്. അവനെ ചേർന്നിരുന്ന് അവൾ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. താങ്ക്സ് ചേച്ചി. അവൻ അല്പം കൂടി വൈൻ കുടിച്ചു. ക്രിസ്റ്റി. എന്തോ? ആ പെണ്ണിൻ്റെ പേരെന്തായിരുന്നു? ഏത് പെണ്ണിൻ്റെ? പണ്ട് നീ. പ്ലീസ്, അതൊക്കെ ഓർമ്മിപ്പിച്ച് എൻ്റെ മൂഡ് കളയല്ലേ ചേച്ചി. അവൻ്റെ മുഖം മങ്ങിയത് കണ്ട് സലോമി പരിഭ്രമിച്ചു. കുറേ നാളായി കാത്തിരുന്ന ശേഷം കിട്ടിയ ഒരവസരമാണ്. അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല. സോറി ക്രിസ്റ്റി. സോറി. എന്നോട് ക്ഷമിക്ക്. അവൾ അവൻ്റെ മുഖത്തും കഴുത്തിലും തെരെ ഉമ്മ വെച്ചു. ചേച്ചി. അവൻ വിളിച്ചു. എന്താ ക്രിസ്റ്റി? എന്തിനാ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെ വഞ്ചിക്കുന്നേ? ചോദ്യം കേട്ട് സലോമി ഒന്ന് പകച്ചു. അവൻ തന്നെ ഉദ്ദേശിച്ചാണോ? അല്ല, ഉള്ളിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യം അറിയാതെ പുറത്തേക്ക് വന്നതാണ്. 2 കാരണങ്ങളുണ്ട്, അവൾ പറഞ്ഞു. എന്താണ്? ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടാതാകുമ്പോൾ, പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം ഇല്ലാതാകുമ്പോൾ. ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന വൈൻ ഒറ്റ വീർപ്പിന് ക്രിസ്റ്റി കുടിച്ചു തീർത്തു. അവൻ്റെ മനസ്സിലുള്ളതെന്താണെന്ന് അറിയണമല്ലോ. ഇപ്പോൾ ചോദിച്ചാൽ അവൻ പറഞ്ഞേക്കും. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ആണുങ്ങൾ എന്തിനാ പെണ്ണുങ്ങളെ വഞ്ചിക്കുന്നേ? അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവൾ ചോദിച്ചത്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ പെട്ടെന്ന് വിഷാദത്തിൻ്റെ ഒരു നിഴൽ അവൾ കണ്ടു.
ഉള്ളിൽ വേറൊരുത്തനെ വെച്ചുകൊണ്ട് അവൾ സ്നേഹം നടിച്ചാൽ ഒരാണിനും അത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്തും ചെയ്യും, എന്തും. ക്രിസ്റ്റിക്ക് ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, എനിക്കൊരു പെണ്ണിനോടും ഇഷ്ടമില്ല. ഒരു പെണ്ണിനെയും ഞാൻ വിശ്വസിക്കത്തില്ല. എന്നോടും ഇഷ്ടമില്ലേ നിനക്ക്? നിരാശാസ്വരത്തിൽ അവൾ ചോദിച്ചു. ക്രിസ്റ്റി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ തല നേരെ നിൽക്കുന്നില്ലായിരുന്നു. സലോമി ചേച്ചിയെ എനിക്കിഷ്ടമാ. ബ്രാൻഡി കൊടുത്തത് മതിയോ, അതോ അല്പം കൂടി വേണോ? അവൾക്ക് സംശയം തോന്നി. എനിക്കും ക്രിസ്റ്റിയെ വലിയ ഇഷ്ടമാ. അവനെ ഒന്ന് പരീക്ഷിക്കാനായി അവൾ 2 കൈകൊണ്ടും കെട്ടിപ്പിടിച്ചു. വേണ്ട ചേച്ചി. അവൻ മെല്ലെ അവളുടെ കൈകൾ എടുത്തു മാറ്റി. അവൻ്റെ മടി മാറിയിട്ടില്ലെന്ന് സലോമിക്ക് മനസ്സിലായി. ബ്രാൻഡി അല്പം കൂടി ആവാം. ആ ഗ്ലാസ് ഇങ്ങതാ. അവൾ വീണ്ടും ബ്രാൻഡി ചേർത്ത വൈൻ കൊണ്ടുവന്ന് ക്രിസ്റ്റിക്ക് കൊടുത്തു. അവൻ അതും കുടിച്ചു. ക്രിസ്റ്റി ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, അകത്ത് പോയി കിടക്കാം. അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനു വേണ്ടി ഒരുക്കിയിട്ടിരുന്ന ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. കട്ടിൽ കണ്ടതോടെ അവൻ മെത്തയിലേക്ക് വീണു. അവൾ അവൻ്റെ അടുത്ത് കിടന്നു. ക്രിസ്റ്റി, ഇത്തിരി ഓവറായിപ്പോയി ചേച്ചി, ഞാൻ നല്ല ഫിറ്റാ, അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു, ചലനങ്ങൾ നിലച്ചു. ക്രിസ്റ്റി, ക്രിസ്റ്റി. അവനെ ഉണർത്താൻ അവൾ ആവുന്നതൊക്കെ ചെയ്തു. പക്ഷെ അവൻ കണ്ണുകൾ തുറന്നില്ല. കുടിച്ചു കഴിഞ്ഞാൽ എന്നാ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ? സലോമിക്ക് കരച്ചിൽ വന്നു. അപ്പോഴാണ് ക്രിസ്റ്റിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ബെല്ലടിച്ചത്. അവൾ അതെടുത്ത് നോക്കി. ജാസ്മിൻ കോളിംഗ്. സലോമിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. ഒരവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നെടി. ഹലോ. സലോമി ആ കോൾ എടുത്തു. ജാസ്മിനിൽ നിന്ന് പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൾ ഞെട്ടിക്കാണും. ഹലോ. സലോമി വീണ്ടും പറഞ്ഞു. ഇത് ക്രിസ്റ്റിയുടെ ഫോണല്ലേ? സംശയത്തോടെ ജാസ്മിൻ്റെ ചോദ്യം വന്നു. അതെ, ക്രിസ്റ്റി ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ക്രിസ്റ്റിക്കൊന്ന് കൊടുക്കാമോ? സോറി, അവൻ ബെഡ്റൂമിലാ, ക്ഷീണിച്ച് കിടന്നുറങ്ങുക. ഉണരുമ്പോൾ ഞാൻ പറയാം. ഇതാരാ സംസാരിക്കുന്നേ? മനസ്സിലാകാതെ ജാസ്മിൻ്റെ ചോദ്യം വീണ്ടും വന്നു. ജാസ്മിന് മനസ്സിലായില്ലേ? ഞാൻ സലോമിയ. ക്രിസ്റ്റിയും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. പെട്ടെന്ന് കോൾ കട്ടായി. സലോമിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഇത്രയെങ്കിലും നടന്നല്ലോ. അവൾ ക്രിസ്റ്റിയെ ഒന്ന് നോക്കി. സുന്ദരനായ ആ യുവാവ് ഗാഢനിദ്രയിലായിരുന്നു. കോൾ കട്ട് ചെയ്തിട്ട് ജാസ്മിൻ സ്തബ്ധയായിരുന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സലോമി എന്ന സ്ത്രീയുടെ വലയിലകപ്പെട്ട് പോയോ ക്രിസ്റ്റി? എന്നോട് കലിതുള്ളി ഇറങ്ങിപ്പോയത് ആ സ്ത്രീയുടെ അടുത്തേക്കായിരുന്നോ? എന്നോട് പക വീട്ടുകയായിരുന്നോ ക്രിസ്റ്റി? അറിയാതെ ജാസ്മിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റിസർച്ചിന് ഈ വിഷയം തിരഞ്ഞെടുത്തത് അബദ്ധമായി. അല്ലായിരുന്നെങ്കിൽ വട്ടവടയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനും കാരണക്കാരനായത് അവനാണ്, ആ സഞ്ജയ് എന്ന വൃത്തികെട്ടവൻ. അവനെ എത്രയും പെട്ടെന്ന് കാണണം. സത്യം എന്താണെന്ന് അവനെ കൊണ്ട് തന്നെ ക്രിസ്റ്റിയോട് പറയിക്കണം. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. റിസർച്ചും വേണ്ട, ഗവേഷണ പ്രബന്ധവും വേണ്ട, യൂണിവേഴ്സിറ്റി ഡിഗ്രിയും വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ ഇരിക്കാമല്ലോ. വാതിലിൽ ആരോ മുട്ടി. ക്രിസ്റ്റ് തിരിച്ചു വന്നോ? വരാൻ സമയമായില്ല. വന്നാലും ഇനി തൻ്റെ അടുത്തേക്ക് വരികയുമില്ല. ജാസ്മിൻ, ജെനിച്ചേച്ചിയാണ്. മാമോദീസ കൂടാൻ പോയിട്ട് വന്നിരിക്കുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നു. നീ എന്തെടുക്കുക ഇവിടെ ഇരുന്ന്? കുറേ നേരമായല്ലോ കഥകടച്ചിരുന്ന്. കുറച്ച് ജോലിയുണ്ടായിരുന്നു ചേച്ചി. ഭാഗ്യത്തിന് മേശപ്പുറത്ത് നോട്ട് ബുക്ക് തുറന്നു വെച്ചിരുന്നു. കുറച്ച് കടലാസുകളും ഉണ്ടായിരുന്നു. ക്രിസ്റ്റി മുകളിലില്ലല്ലോ. പുറത്തേക്ക് പോകുന്നത് കണ്ടു ബൈക്കെടുത്ത്. അവൾ പറഞ്ഞു. എവിടെ പോവാണെന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ല. എന്നാൽ ആൻ്റണിയുടെ വീട്ടിൽ പോയതായിരിക്കും, അല്ലെങ്കിൽ ഫാമിൽ. അവൻ കൃഷിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ ആൻ്റണിയുടെ വീട്ടിൽ പോകുന്നേ? അയാളുടെ വൈഫ് മാത്രമല്ലേ ഉള്ളൂ അവിടെ. പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ജെനിക്ക്. സലോമിക്ക് ക്രിസ്റ്റി സ്വന്തം അനിയനെ പോലെയാ. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവുമാ അവനെ. അതുകൊണ്ടാണ് അവനെ ഹോട്ടലിലെ മാനേജരാക്കിയേ. ആൻ്റണി ഒരു പിടിപാടില്ലാത്തവനാ. ഹോട്ടലിലെ അക്കൗണ്ട് നോക്കുന്നത് സലോമിയ. തലേന്നത്തെ കണക്കുകൾ കാണിക്കാനാ അവൻ പോകുന്നേ. പിന്നെ ജെനി പറഞ്ഞു. ആവശ്യത്തിലേറെ താൻ പറഞ്ഞോ എന്ന് ഉടൻ തന്നെ അവൾ സംശയിക്കാതിരുന്നില്ല. ക്രിസ്റ്റി നല്ലവനാണ്. അവനെക്കുറിച്ച് ജാസ്മിൻ മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല. ക്രിസ്റ്റി പാവമായിരിക്കും, പക്ഷേ ആ സ്ത്രീ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചേച്ചി. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ജെനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ തോന്നി പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ. വെറുതെ തോന്നിയതായിരിക്കും, ജെനി പറഞ്ഞു.
എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ചേച്ചി. വിശക്കുമ്പോൾ വരണേ, ചോറ് തരാം. ജെനി പോയി. ജാസ്മിൻ വീണ്ടും വാതിലടച്ചു. സഞ്ജയിനോട് സംസാരിച്ചേ പറ്റൂ. അവൻ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ക്രിസ്റ്റിയോട് പറഞ്ഞു കൊടുത്തതെന്നറിയണം. പറഞ്ഞതെല്ലാം നുണയാണെന്ന് ക്രിസ്റ്റിയെ ബോധ്യപ്പെടുത്തുകയും വേണം. പക്ഷേ എങ്ങനെ? അവൾ മൊബൈലെടുത്ത് അവൻ്റെ നമ്പറിൽ വിളിച്ചു. ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കിട്ടിയ മറുപടി. പരിധിക്ക് പുറത്ത്. നേരത്തെ തന്നെ അവനെ പരിധിക്ക് പുറത്താക്കിയതാണ്. എന്നിട്ടും പാമ്പിനെ പോലെ അവൻ വീണ്ടും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. ഹെവൻ വാലി ഹോട്ടലിലായിരിക്കും അവൻ വന്ന് താമസിക്കുന്നത്. അവിടെ വെച്ച് ക്രിസ്റ്റിയെ പരിചയപ്പെട്ട് കാണും. തന്നോടുള്ള പക മുഴുവൻ അവൻ ക്രിസ്റ്റിയുടെ മനസ്സിലേക്ക് കോരിയൊഴിച്ചു കാണും. അവൻ്റെ പത്തി അടിച്ച് ചതയ്ക്കണം. അതിന് നേരിട്ട് കണ്ടാലേ പറ്റൂ. ആ സമയത്ത് ക്രിസ്റ്റി ദൃക്സാക്ഷിയായി ഉണ്ടെങ്കിൽ നന്ന്. അവൾ വീണ്ടും സഞ്ജയിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോഴും പരിധിക്ക് പുറത്ത്. ക്രിസ്റ്റി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും തളർന്നു കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഛീ, വൃത്തികെട്ട സ്ത്രീ. അകലെ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ വരുന്ന ഇരമ്പൽ അപ്പോൾ ജാസ്മിൻ കേട്ടു. അവൾ പെട്ടെന്ന് ചുമർ ചാരി നിന്നു. അതെ, ബുള്ളറ്റാണ് വരുന്നത്. അല്പനേരം കഴിഞ്ഞപ്പോൾ ചെട്ടിശ്ശേരിൽ വീടിൻ്റെ മുറ്റത്ത് വന്ന് ക്രിസ്റ്റിയുടെ ബൈക്ക് നിന്നു. വണ്ടി സൈഡ് സ്റ്റാൻഡിലിട്ട് അവൻ വീട്ടിലേക്ക് കയറി. മുകളിലത്തെ മുറിയിലേക്ക് പോയി. ജാസ്മിൻ ഒരു നിമിഷം കാത്തു. എന്നിട്ട് കോണിപ്പടി കയറി മുകളിലേക്ക് ചെന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ കതകിൽ മുട്ടി. ക്രിസ്റ്റി വാതിൽ തുറന്നു. വന്നത് ജെനിയായിരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്തു വേണം? ജാസ്മിനെ കണ്ട് ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു. എനിക്ക് സംസാരിക്കണം, അവൾ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. അവൻ വാതിലടയ്ക്കുമെന്ന് ഭയന്ന് അവൾ വേഗം മുറിയിലേക്ക് കയറി. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. ക്രിസ്റ്റി അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് തെളിഞ്ഞ നിശ്ചയദാർഢ്യം അവൻ കണ്ടു. പറഞ്ഞു തുടയ്ക്ക്, അവൻ ആവശ്യപ്പെട്ടു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ആലപ്പുഴ സെൻറ്റ് ജോസഫ് വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി ഞാൻ അവിടെ ചേർന്നത്. ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് MAക്ക് സൈക്കോളജി തിരഞ്ഞെടുത്തതും. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൾ സംസാരിച്ചത്. അവൻ്റെ കണ്ണുകളിലെ പുച്ഛം അവൾ കാണാതിരുന്നില്ല. പക്ഷേ അവൾ അത് അവഗണിച്ചു. ക്രിസ്റ്റിയുടെ കേസ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു പുരുഷൻ്റെ മനഃശാസ്ത്രം ഗവേഷണ വിഷയമാക്കാൻ ഞാൻ തീരുമാനിച്ചതും. അതിപ്പോൾ ആരെതിർത്താലും ആര് തടസ്സം നിന്നാലും ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കും. ഓലപ്പാമ്പ് കണ്ട് പേടിച്ച് പിന്തിരിയുന്നവളല്ല ആലപ്പുഴ റോസ് വില്ലയിലെ എൽദോസിൻ്റെ മകൾ ജാസ്മിൻ എൽദോസ്. അതിനാ ബലാത്സംഗ വീരൻ സഹകരിച്ചില്ലെങ്കിലോ? പുച്ഛത്തോടെ ക്രിസ്റ്റി ചോദിച്ചു. എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ ചോർത്തിയെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള രേഖകൾ നിങ്ങളുടെ സഹായമില്ലാതെ ഞാൻ കണ്ടുപിടിച്ചോളാം. അവൻ മിണ്ടിയില്ല. 24 മണിക്കൂറിനകം ഞാൻ സ്ഥലം വിടണമെന്ന് നിങ്ങൾ അന്ത്യശാസനം തന്നല്ലോ. ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ബലം പ്രയോഗിച്ച് നിങ്ങൾ എന്നെ ഇവിടെ നിറക്കി വിടുമായിരിക്കും. മസിൽ പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാമെന്നാണ് മിക്ക പുരുഷ കേസരികളുടെയും വിചാരം. എല്ലാ പെണ്ണുങ്ങളുടെയും അടുത്ത് അത് ചെലവാകത്തില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. കഴിഞ്ഞോ? പരിഹാസത്തോടെ അവൻ ചോദിച്ചു. ഇല്ല, ഒരു കാര്യം കൂടി എനിക്കറിയണം. ഞാൻ നിങ്ങളുടെ ആരാണ്? ആരുമല്ല, അവൻ പറഞ്ഞു. അല്ലല്ലോ? ഗുഡ്. എൻ്റെ ഒരു ആൺസുഹൃത്തിൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം? എന്നെ കുറ്റപ്പെടുത്താനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നിലുള്ളത്? മൂർച്ചയുള്ള സ്വരത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ജാസ്മിൻ ചോദിച്ചത്. കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. അതുതന്നെ കാര്യം. പുച്ഛസ്വരത്തിൽ അവൾ ഒന്ന് ചിരിച്ചു. കണ്ടവളുമാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന നിങ്ങൾക്ക് ഈ വീട്ടിൽ സസുഖം വാഴാം. അതിലൊരു കുഴപ്പവുമില്ല. എന്താണടി നീ പറഞ്ഞത്? കോപത്തോടെ അവളെ അടിക്കാനായി അവൻ്റെ കൈ ഉയർന്നു. തൊട്ടുപോകരുത് തന്നെ. അവളുടെ കണ്ണുകളിൽ നിന്ന് തീ പാറി. അവൻ്റെ കൈ മെല്ലെ താഴ്ന്നു. സഞ്ജയും ഞാനും പ്രായപൂർത്തിയായ ആണും പെണ്ണുമാണ്. ഞങ്ങൾ അവിവാഹിതരുമാണ്. അതുപോലെയല്ല മറ്റൊരു പുരുഷൻ്റെ ഭാര്യയുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെടുന്നത്. ക്രിസ്റ്റി ഒന്ന് ഞെട്ടി. ആരു പറഞ്ഞു നിന്നോട് ഇല്ലാവചനം? അവൻ ചോദിച്ചു. എന്താ, തെളിവ് വേണമായിരിക്കും. നിങ്ങളുടെ മൊബൈലിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത് പാവം ആൻ്റണി എന്ന ഭർത്താവിൻ്റെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഭാര്യ സലോമിയായിരുന്നു.
കയ്യിലിരുന്ന മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ആ സംസാരം ജാസ്മിൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. അതെ, ക്രിസ്റ്റി എൻ്റെ കൂടെയുണ്ട്. സലോമിയുടെ സ്വരം. ക്രിസ്റ്റിക്കൊന്ന് കൊടുക്കാമോ? ജാസ്മിൻ ചോദിക്കുന്നു. സോറി, അവൻ ബെഡ്റൂമിലാ. ക്ഷീണിച്ച് കിടന്നുറങ്ങുക. ഉണരുമ്പോൾ ഞാൻ പറയാം. ഒന്നും മിണ്ടാനാവാതെ ക്രിസ്റ്റി ഒരു പ്രതിമയെപ്പോലെ നിന്നു. ആർക്കും ആരെയും കുറ്റപ്പെടുത്തുകയോ ഗുണദോഷിക്കുകയോ ചെയ്യാം. പക്ഷേ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാവൂ. അവൻ്റെ മുഖത്തേക്ക് പരിഹാസത്തോടെ ഒന്ന് നോക്കിയിട്ട് ജാസ്മിൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ക്രിസ്റ്റി തളർച്ചയോടെ കട്ടിലിലേക്കിരുന്നു. തൻ്റെ വിജയം ജാസ്മിനെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല. ക്രിസ്റ്റിയെ ഓർത്ത് അവൾ സ്വന്തം മുറിയിൽ ചെന്ന് കിടന്ന് ഒച്ചയുണ്ടാക്കാതെ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ക്രിസ്റ്റി ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നത് കണ്ടതിന് ശേഷമാണ് സേവിയറും സിബിയും ഹെവൻ വാലി ഹോട്ടലിലേക്ക് ചെന്നത്. പാർക്കിംഗ് ഏരിയയിൽ വന്ന് സേവിയർ കാർ നിർത്തി. മുൻ സീറ്റിലാണ് സിബി ഇരുന്നത്. ഞാൻ തന്നെ പോയി ചോദിക്കണോ ഇച്ചായ? സിബി ഒന്ന് മടിച്ചു. നീ തന്നെ പോണം. ഞാൻ ചെന്ന് റൂം ബുക്ക് ചെയ്താൽ അവർ തന്നില്ലെന്ന് വരും. നീയാകുമ്പോൾ സംശയിക്കത്തില്ല, സേവിയർ പറഞ്ഞു. തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലിരുന്നു കൊണ്ട് സഞ്ജയ് അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇച്ചായ, എൻ്റെ പ്ലാൻ ഇതാണ്. തോമാച്ചൻ നാളെ രാവിലെ ക്രിസ്റ്റി ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ശേഷം അവളെയും കൊണ്ടുവന്ന് ചെക്ക് ഇൻ ചെയ്യുന്നു. ഞാൻ വിസിറ്ററായി അവരുടെ റൂമിൽ ചെല്ലുന്നു. തോമാച്ചൻ 1 മണിക്കൂർ നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് വല്ലതും കഴിക്കുന്നു. എങ്ങനെയുണ്ട്? തോമാച്ചൻ സമ്മതിച്ചോ? സമ്മതിച്ചു. കാശെന്നെ മേടിച്ചിട്ടല്ലേ അയാൾ. നമുക്ക് ഫോൺ ചെയ്ത് റൂം ബുക്ക് ചെയ്താൽ പോരെ ഇച്ചായ? ഫോൺ ചെയ്ത് ചോദിച്ചാൽ റൂമില്ലെന്നേ അവർ പറയും. നിന്റെ കസിന് വേണ്ടിയാണെന്ന് പറഞ്ഞു ചെന്നാൽ സാം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു തരും. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ? എന്നാലും നാണം കെട്ടല്ലേ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ എന്നെ ഒരു വിലയും കാണത്തില്ല. എൻ്റെ സിബി നാളെ കഴിഞ്ഞാൽ സിന്ധുയി ബാംഗ്ലൂരിലേക്ക് പോകുമെന്നാണ് തോമാച്ചൻ പറഞ്ഞത്. പിന്നെ അവളെ കിട്ടണമെങ്കിൽ 6 മാസം കഴിയണം. നീ പോയിട്ട് വാ. എനിക്ക് വട്ടവടയിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. സേവിയർ ധൃതി കൂട്ടി. സഞ്ജയ് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. അയാൾ സേവിയറിൻ്റെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ, എൻ്റെ പേര് സഞ്ജയ്. ഞാനിവിടെ ഹോട്ടലിലെ താമസക്കാരനാ. ബ്രദർ വട്ടവടക്കാരനാണോ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. സേവിയർ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതെ. മൊബൈലിൽ ജാസ്മിൻ്റെ ഫോട്ടോ തപ്പിയെടുത്ത് സഞ്ജയ് അയാളെ കാണിച്ചു. ഇവൾ വട്ടവടയിലാണ് താമസം. ആളിനെ അറിയാമോ? സേവിയറും സിബിയും മൊബൈൽ വാങ്ങി അവളുടെ ഫോട്ടോ കണ്ടു. എനിക്കറിയാം, പെട്ടെന്ന് സിബി പറഞ്ഞു. എങ്കിൽ പറ, നമുക്ക് ഇവളെ ഇങ്ങ് കൊണ്ടുവരാം. ഊറി വന്ന ചിരിയോടെ സഞ്ജയ് പറഞ്ഞു. സേവിയറും സിബിയും പരസ്പരം നോക്കി. ജാസ്മിൻ എന്നല്ലേ ഈ കക്ഷിയുടെ പേര്? പെട്ടെന്ന് സഞ്ജയിനോട് സിബി ചോദിച്ചു. അവളുടെ പേര് കേട്ടപ്പോൾ തന്നെ സഞ്ജയിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അതെ, ജാസ്മിനെ അറിയാമോ നിങ്ങൾക്ക്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്രതീക്ഷിതമായി ഒരവസരം വീണ് കിട്ടിയതുപോലെ സേവിയർ ഉടൻ അവരുടെ സംസാരത്തിൽ ഇടപെട്ടു. അതൊക്കെ സിബി പറഞ്ഞു തരും. സാർ ആരാ? മനസ്സിലായില്ലല്ലോ. സിബിയുടെ ചുമലിൽ പിടിച്ച് അമർത്തിക്കൊണ്ടാണ് സേവിയർ ചോദിച്ചത്. ആ അമർത്തലിൽ ഒരു രഹസ്യ സന്ദേശം അടങ്ങിയിരുന്നു. അത് സിബിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേര് സഞ്ജയ്. വീട് കോഴഞ്ചേരിയില. 2-3 ദിവസമായി ഈ ഹോട്ടലിലാണ് താമസം. ഏത് റൂമിൽ? 210. എങ്കിൽ നമുക്ക് അവിടെ ചെന്നിരുന്ന് സംസാരിക്കാം. അതാണ് സേഫ്. ഓക്കെ, നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം. സഞ്ജയ് സമ്മതിച്ചു. അയാൾ മുന്നിലും സേവിയറും സിബിയും പിന്നിലുമായി ഹോട്ടലിലേക്ക് നടന്നു. സേവിയർ ശബ്ദം താഴ്ത്തി സിബിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി. സിബി അത് കേട്ട് തലകുലുക്കി. റിസപ്ഷനിൽ സാമുവലാണ് ഉണ്ടായിരുന്നത്. സഞ്ജയ് റൂമിൻ്റെ ചാവിക്ക് വേണ്ടി കൈനീട്ടി. റൂം നമ്പർ 210. ഒന്നും പറയാതെ കീ റാക്കിൽ നിന്ന് ചാവിയെടുത്ത് സാമുവൽ അയാൾക്ക് കൊടുത്തു. ഇവർ 2 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. സിബിയെയും സേവിയറെയും പരിചയപ്പെടുത്തിയിട്ട് അയാൾ അവരെയും കൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി. സേവിയറിൻ്റെയും സിബിയുടെയും പരിഹാസഭാവം സാമുവൽ കാണാതിരുന്നില്ല. ഗസ്റ്റുകൾക്ക് വിസിറ്റേഴ്സിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. 2 പേരും ഇരിക്കൂ. കുടിക്കാൻ കോഫി പറയട്ടെ? റൂമിലെത്തിയപ്പോൾ സഞ്ജയ് ചോദിച്ചു. കോഫി വേണ്ട, ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അയ്യപ്പറമ്പിൽ സേവിയർ, ഫിനാൻസിയറാ. ഇതെൻ്റെ ഫ്രണ്ട് സിബി. ഞങ്ങൾ 2 പേരും വട്ടവടയിലാ താമസം.
സാർ എന്തിനാ ഇവിടെ വന്ന് റൂം എടുത്തേ? സേവ്യർ ചോദിച്ചു. അതൊരു കഥയാ സേവ്യറെ. എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട സഞ്ജയ്, അതാണ് എൻ്റെ പേര്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറാ ഞാൻ. അവിടുത്തെ സ്റ്റുഡൻ്റാ ഈ ജാസ്മിൻ. വട്ടവടയിൽ അവളുടെ സിസ്റ്റർ ഉണ്ട്. അവിടേക്ക് വന്നതാ ഈ ജാസ്മിൻ. അവളെ തേടി ഇറങ്ങിയതാ ഞാൻ, സഞ്ജയ് വിശദീകരിച്ചു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടാകാമോ ആ ബന്ധമാണ് ജാസ്മിനും ഞാനും തമ്മിൽ. ഒരു കണ്ണടച്ചു കാട്ടി അയാൾ പുഞ്ചിരിച്ചു. ഓ അത് ശരി, മനസ്സിലായതുപോലെ സേവർ തലകുലുക്കി. ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കമുണ്ടായി. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പിറകെ വിട്ടതാ ഈ ഞാൻ. പക്ഷെ അവൾ എവിടാണ് താമസമെന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞാൽ അവളെ ഇങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ. അവൾ വരുമോ? വരും, വരുത്താൻ എനിക്കറിയാം. അവളെക്കുറിച്ച് ഒരു രഹസ്യമുണ്ട് എൻ്റെ കയ്യിൽ. അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവൾ അടിമയെ പോലെ വരും ഞാൻ വിളിക്കുന്നിടത്ത്, സഞ്ജയ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്തുവാ രഹസ്യം? അവൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. അതേക്കുറിച്ച് അവൾക്കും എനിക്ക് മാത്രമേ അറിയൂ. ആ രഹസ്യം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതിരിക്കട്ടെ, ജാസ്മിൻ എവിടെയാണ് താമസിക്കുന്നത്? സിബിയോടായിരുന്നു ആ ചോദ്യം. അതെനിക്കറിയില്ല, പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസമില്ല, സിബി പറഞ്ഞു. നേരിയ നിരാശ സഞ്ജയിൻ്റെ മുഖത്ത് നിഴൽ വീശി. സിബിക്ക് പിന്നെ എങ്ങനെ അറിയാം ജാസ്മിനെ? വട്ടവട ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ പെങ്ങൾ ആൻസി. ഈ സ്കൂളിൽ 3-4 ദിവസം മുമ്പ് ജാസ്മിൻ ചെന്നിട്ടുണ്ട്. ആൻസിയുടെ മൊബൈലിൽ ജാസ്മിൻ്റെ ഫോട്ടോയുണ്ട്. അവൾ അതെന്നെ കാണിച്ചു. അതോടെ സഞ്ജയിൻ്റെ പ്രതീക്ഷയുണർന്നു. ജാസ്മിൻ ഈ സ്കൂളിൽ പോകാൻ സാധ്യതയുണ്ട്. കുട്ടികളെ കണ്ട് ചില വിവരങ്ങൾ ശേഖരിക്കാൻ. ആൻസിയ ഈ ജാസ്മിനെ അന്ന് സഹായിച്ചേ. അവരോട് ചോദിച്ചാൽ അറിയാം ജാസ്മിൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്, സിബി പറഞ്ഞു. ഗുഡ്. ഇന്ന് തന്നെ സിസ്റ്ററോട് ചോദിച്ച് അവളുടെ താമസ സ്ഥലം മനസ്സിലാക്കി എന്നോട് പറയണം. സേവ്യറും സിബിയും പരസ്പരം നോക്കി. സഞ്ജയിനെ ഞങ്ങൾ സഹായിക്കാം, പകരം ഞങ്ങൾക്ക് എന്ത് തരും? സിബി ചോദിച്ചു. സ്മോൾ അടിക്കുമോ? രണ്ടുപേരും അടിക്കും, സേവ്യറാണ് മറുപടി പറഞ്ഞത്. പോണ്ടിച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി ഉണ്ട്, അത് തരും, സഞ്ജയ് പറഞ്ഞു. അത് മാത്രം പോരാ, സേവ്യർ ചടിച്ചു. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ ഇവിടെ കൊണ്ടുവരും. 1 മണിക്കൂർ കഴിഞ്ഞേ ഞങ്ങൾ പോകൂ. സഞ്ജയിൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. 1 അല്ല 2 മണിക്കൂറായാലും വിരോധമില്ല. അവർ പരസ്പരം കൈപിടിച്ച് കുലുക്കി. അപ്പോൾ നമ്മുടെ ഈ പുതിയ കൂട്ടുകെട്ടിൻ്റെ സന്തോഷത്തിനായിട്ട് നമുക്ക് ഓരോന്ന് വിടാം അല്ലയോ സാറേ? സേവ്യർ ചോദിച്ചു. ചേട്ടായി, ഞാനതങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. സഞ്ജയ് ബാഗിൽ നിന്ന് വിസ്കി കുപ്പിയെടുത്തു. അയാൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് 3 ഗ്ലാസുകളും 1 ലിറ്റർ സോഡയും വരുത്തിച്ചു. 3 ഗ്ലാസുകളിൽ വിസ്കി ഒഴിച്ചിട്ട് സോഡ പകർന്ന് നിറച്ചു. 3 പേരും ഗ്ലാസുകൾ എടുത്തുയർത്തി. ചിയേഴ്സ്, ചിയേഴ്സ്. നൊരിയുന്ന വിസ്കി 3 പേരുടെയും അന്നനാളത്തെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് താഴേക്കൊഴുകി. അല്ല സഞ്ജയ്, എന്തിനാണ് ഈ ജാസ്മിനെ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നത്? സിബി സംശയം ചോദിച്ചു. അവളെ ഈ റൂമിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട്? സേവ്യറിൻ്റെ താല്പര്യമുണർന്നു. എന്നിട്ട് ട്രീസയെ ചെയ്തതുപോലെ ചെയ്യാൻ, കള്ളച്ചിരിയോടെ സഞ്ജയ് പറഞ്ഞു. ആരാ ഈ ട്രീസ? സിബി ചോദിച്ചു. എൻ്റെ വേറൊരു ഗേൾഫ്രണ്ട്. ട്രീസയെ സാർ എന്നതാ ചെയ്തത്? സേവ്യറിന് ആകാംക്ഷയായി. കാണണോ ചേട്ടായിക്ക്? തല കുലുക്കിയിട്ട് സേവ്യർ ഗ്ലാസ്സിലെ വിസ്കി വായിലേക്ക് കമഴ്ത്തി. കാണിച്ചു തരാം. സഞ്ജയ് ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു. പിന്നെ അയാൾ അതിലെ ഒരു ഫോൾഡർ എടുത്ത് ക്ലിക്ക് ചെയ്ത് തുറന്നു. പിന്നെ 1/2 മണിക്കൂറോളം സമയം സിബിയും സേവ്യറും ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുക്കാതെ തുറച്ചു നോക്കിയിരുന്നു. ഞാൻ സിന്ധുവിനെ ഇവിടെ കൊണ്ടുവന്നാൽ ഇതുപോലെ എടുക്കാൻ പറ്റുമോ? സേവ്യർ ഒടുവിൽ ചോദിച്ചു. എടുത്തു തരാം, സഞ്ജയ് ഏറ്റു. പക്ഷേ അവൾ അറിയാതെ വേണം. അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല അല്ലയോ? ചേട്ടായി പേടിക്കണ്ട, സിന്ധു അറിയാതെ എടുത്തു തരാം. അതിനു പറ്റിയ ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. സഞ്ജയ് വീണ്ടും ഗ്ലാസുകളിൽ വിസ്കി പകർന്നു. അവർ സംസാരിച്ച് പിന്നെയും ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സേവ്യറും സിബിയും ഉറയ്ക്കാത്ത കാൽവയ്പ്പുകളോടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അത് കണ്ട് സഞ്ജയ് ഒന്ന് ഓറിച്ചിരിച്ചു. സിന്ധു, നല്ല പേര്. ആവശ്യപ്പെടാതെ തന്നെ ദൈവം ഓരോ സൗഭാഗ്യങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് തരികയാണ്. വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു മടക്കി ജാസ്മിൻ ബാഗിൽ വെച്ചു. നാളെ രാവിലെ ആലപ്പുഴയിലേക്ക് മടങ്ങണം.
ഇനി ഈ വീട്ടിൽ പാർക്കുന്നത് ഒട്ടും ശരിയല്ല. മറക്കാൻ എത്ര ശ്രമിച്ചെങ്കിലും ക്രിസ്റ്റിയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിനക്ക് പോകാം. നീ ഇനി വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നിനക്ക് 24 മണിക്കൂർ സമയം തരുന്നു. എല്ലാം കെട്ടുകെട്ടാൻ നാളെ രാവിലെ സ്ഥലം വിട്ടോണം. നിന്നെ കണ്ടുപോകരുതിനി. അത്രയും വെറുക്കുന്ന ഒരാളുള്ള വീട്ടിൽ ഇനി ഒരു നിമിഷം താമസിക്കുന്നത് പോലും ഒട്ടും അഭിമാനകരമല്ല. ക്രിസ്റ്റി പറഞ്ഞ ഒരു കാര്യം കൂടെ അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് തന്നെ ക്രിസ്റ്റി കണ്ടിരുന്നത്. നാളെ രാവിലെ ബസ്സിൽ മൂന്നാറിന് പോകണം. അവിടെ നിന്ന് ആലുവ ബസ് കിട്ടും. കോട്ടയം ബസ്സാണെങ്കിലും അവിടെ നിന്ന് നേരിട്ട് ആലപ്പുഴയ്ക്ക് ബസ്സുണ്ട്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെ ആകുമോ? ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി സമർപ്പിച്ചില്ലെങ്കിൽ MA പരീക്ഷ പാസ്സാവുകയുമില്ല. കുറേ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് മതിയാകുമോ പ്രബന്ധം തയ്യാറാക്കാൻ? അവൾ മൊബൈലെടുത്ത് പ്രൊഫസർ ഗുണശേഖരനെ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉറപ്പ് കിട്ടിയാൽ നാളെ തന്നെ തിരിച്ചു പോകാം. ഹലോ ജാസ്മിൻ. പ്രൊഫസർ അവളുടെ കോൾ എടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ കുറച്ച് സർവേ നടത്തി കഴിഞ്ഞു സർ. കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഡയറക്റ്റ് ഫ്രം ദാറ്റ് മാൻ, അവൾ പറഞ്ഞു. യു മീൻ ദി റേപ്പിസ്റ്റ്? യെസ് സർ. ക്രിസ്റ്റി നടത്തിയ കുമ്പസാരത്തെക്കുറിച്ച് അവൾ ചുരുക്കത്തിലായി അദ്ദേഹത്തോട് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ് ഫോർ യുവർ സ്റ്റഡി. തൻ്റെ പഠനത്തിന് അത്രയും കാര്യങ്ങൾ മതി എന്ന് പ്രൊഫസർ പറഞ്ഞത് കേട്ടപ്പോൾ ജാസ്മിന് സമാധാനമായി. പക്ഷേ ജാസ്മിൻ, നീ വേറെ ചില വിവരങ്ങൾ കൂടി ശേഖരിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് വന്ന പത്ര റിപ്പോർട്ടുകൾ, പ്രതിയുടെയും സാക്ഷികളുടെയും കോടതി മൊഴി, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദഗതി, സെഷൻസ് ജഡ്ജിയുടെ വിധി പ്രസ്താവം, ഇതിൻ്റെയൊക്കെ കോപ്പികൾ സംക്ഷിപ്ത രൂപത്തിൽ നിനക്ക് പഠനത്തിൻ്റെ അവസാനം ചേർക്കാവുന്നതാണ്. താങ്ക് യു സർ. ഞാൻ കഴിയുന്നത്ര അതെല്ലാം ശേഖരിക്കാം, അവൾ പറഞ്ഞു. ക്യാരി ഓൺ യുവർ പ്രോജക്റ്റ്. ഓൾ ദി ബെസ്റ്റ്, പ്രൊഫസർ ആശംസിച്ചു. താങ്ക് യു സർ. കോൾ കട്ടായി. അപ്പോൾ നാളെ രാവിലെ തന്നെ സ്ഥലം വിടാം. ഇനി വേറൊന്നും പേടിക്കാനില്ല. പത്രവാർത്തകളും സാക്ഷിമൊഴികളും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. പാക്കിംഗ് പൂർത്തിയായി. നാളെ പോകുന്ന കാര്യം ഇനി ജെനി ചേച്ചിയോട് പറയണം. അപ്പോഴാണ് ജാസ്മിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൻസി ടീച്ചറാണ് വിളിക്കുന്നത്. അവൾ കണ്ടു. നന്നായി, പോകും മുമ്പ് യാത്ര പറയാമല്ലോ. അന്ന് സ്കൂളിൽ ചെന്നപ്പോൾ ഒരുപാട് സഹായിച്ചതാണ് ഈ ആൻസി ടീച്ചർ. ഹലോ. അവൾ കോൾ എടുത്തു. ഹലോ ജാസ്മിൻ, നമ്മളെയൊക്കെ മറന്നോ? മറക്കാൻ പറ്റുമോ ടീച്ചറെ? എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളല്ലേ ആൻസി ടീച്ചർ? അവൾ പറഞ്ഞു. ഇനി വരുന്നുണ്ടോ സ്കൂളിലേക്ക്? ഇല്ല, അവിടുന്ന് കിട്ടേണ്ട വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏയ്, അതൊന്നും ബുദ്ധിമുട്ടേയല്ല. അന്ന് കണ്ടപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ജാസ്മിൻ എവിടെയാണ് താമസിക്കുന്നത്? ആലപ്പുഴയിലാണ് എൻ്റെ വീട്. അല്ല, വട്ടവടയിൽ. എന്ത് ടീച്ചർ? എൻ്റെ ബ്രദർ സിബിക്ക് ജാസ്മിനെ ഒന്ന് കാണാനാണ്. അവൻ എന്തോ ചോദിക്കാനുണ്ടെന്ന്. അതിന് നടക്കില്ല ടീച്ചർ. നാളെ കാലത്ത് ഞാൻ തിരിച്ചു പോവുകയാണ്. എന്താണ് ടീച്ചറിൻ്റെ ബ്രദറിന് അറിയാനുള്ളത്? അവൾ ചോദിച്ചു. അവൻ പറഞ്ഞില്ല. ജാസ്മിൻ ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചറിയണമെന്നേ അവൻ എന്നോട് പറഞ്ഞുള്ളൂ. അവനിപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ ആലപ്പുഴയിൽ ചെന്നിട്ട് ടീച്ചറിനെ വിളിക്കാം. അന്നേരം ബ്രദറിനോട് സംസാരിക്കാം. താങ്ക് യു ടീച്ചർ. അവൾ ഫോൺ കട്ട് ചെയ്തു. ജാസ്മിന് അത്ഭുതം തോന്നാതിരുന്നില്ല. ആൻസി ടീച്ചറിൻ്റെ ബ്രദർ സിബി എന്തിനാണ് എന്നെ കാണുന്നത്? അയാൾക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? എന്നെക്കുറിച്ച് അയാൾ ആരിൽ നിന്നാണ് അറിഞ്ഞത്? അല്പനേരം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റിയുടെ ബൈക്ക് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദം അവൾ കേട്ടു. ഹോട്ടലിലേക്ക് പോവുകയാണ്. അവൻ പോകാൻ വേണ്ടിയാണ് അവൾ കാത്തിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ നാളെ വീട്ടിലെത്തുമ്പോൾ ജാസ്മിൻ ഇവിടെ ഉണ്ടാവുകയില്ല. പേടിച്ചിട്ടാണ് അവൾ പോയതെന്ന് വിചാരിച്ചോട്ടെ, സാരമില്ല. അപമാനഭാരം കൊണ്ട് ഓടിപ്പോയതാണെന്ന് ചിന്തിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. വാതിൽ തുറന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നു. ജെനി ചായ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ഉറങ്ങുകയായിരിക്കുമെന്ന് അവളെ കണ്ട് ജെനി പറഞ്ഞു. അല്ല ചേച്ചി, ഞാൻ ബാഗൊക്കെ ഒരുക്കുകയായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ ജെനി അവളെ നോക്കി. ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് പോകും. എന്താ ഇത്ര പെട്ടെന്ന്? വിശ്വസിക്കാനാവാതെ ജെനി ചോദിച്ചു. പെട്ടെന്നാണോ? ഞാൻ വന്നിട്ട് ഒരാഴ്ചയിലേറെ ആയില്ലേ? പോകുന്ന കാര്യം നീ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് കുറേ നേരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നിനക്കെന്താ ഒരു വിഷമം പോലെ?
അവളുടെ മുഖത്തേക്ക് നോക്കി ജെനി ചോദിച്ചു. ജാസ്മിൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എനിക്കോ? എനിക്കെന്ത് വിഷമം? ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, നിന്റെ മനസ്സിൽ എന്തോ ദണ്ണം തട്ടിയിട്ടുണ്ട്. നീ ക്രിസ്റ്റിയുമായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇല്ല. ക്രിസ്റ്റി വല്ലതും പറഞ്ഞോ? ആന്തലോടെ അവൾ ചോദിച്ചു. അവനോട് ഞാൻ ചോദിച്ചില്ല. പക്ഷേ അവൻ്റെ മുഖത്തും വലിയ മ്ലാനത. പഴയ കളിയോ ചിരിയോ ഒന്നുമില്ല. നിന്നോട് ചോദിക്കാനിരിക്കുമായിരുന്നു. ഏയ്, ഞാൻ എന്തിനാ ക്രിസ്റ്റിയോട് വഴക്കിടുന്നേ? അതുകൊണ്ടൊന്നുമല്ല. പപ്പയും മമ്മിയും അറിയാതെയല്ലേ ഞാനിവിടെ വന്ന് താമസിക്കുന്നേ. മതി, ഇനി അത് അപകടമാ. അവൾ പറഞ്ഞത് ജെനി വിശ്വസിച്ചു. നാളെ എപ്പോഴാ പോകുന്നേ? ഫസ്റ്റ് ബസ്സിന് പോണം. ബോബിച്ചായൻ എന്നെ കോവിലൂർ മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിടത്തില്ലേ? അവിടുന്ന് ഞാൻ പൊയ്ക്കൊള്ളാം. ബോബിച്ചായൻ വരട്ടെ, ഞാൻ പറയാം. തിളച്ച വെള്ളത്തിലേക്ക് ജെനി ചായപ്പൊടി ഇട്ടു. അത് നോക്കി ജാസ്മിൻ ചിന്തയിൽ മുഴുകി നിന്നു. 10 മണിയായപ്പോഴേക്ക് ഹോട്ടൽ ഉറങ്ങി. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. അത് കാരണം മിക്ക ഗസ്റ്റുകളും പുതപ്പിനുള്ളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ക്രിസ്റ്റി അവൻ്റെ മുറിയിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നു. അവൻ്റെ മനസ്സിനൊട്ടും സമാധാനമുണ്ടായിരുന്നില്ല. ജാസ്മിനുമായി വഴക്കുണ്ടാക്കിയത് ഒഴിവാക്കാമായിരുന്നു. അവൾ ചോദിച്ചത് ശരിയാണ്. അവൾ എൻ്റെ ആരാണ്? ആരുമല്ല. പിന്നെ അവൾ എങ്ങനെ ജീവിച്ചാലും എനിക്കെന്ത്? ക്രിസ്റ്റി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നു. ഫേസ്ബുക്കിൽ ഇന്നലെ സ്ട്രോബറിയുമായി നിൽക്കുന്ന മലർക്കൊടിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോബറി തോട്ടത്തിൻ്റെയും. ആരെങ്കിലും അതൊക്കെ കണ്ടോ എന്ന് നോക്കണമല്ലോ. ഫേസ്ബുക്കിൽ ചെന്ന് ക്രിസ്റ്റി അവൻ്റെ പ്രൊഫൈൽ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മൊബൈൽ ബെല്ലടിച്ചു. ജാസ്മിൻ. അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സലോമി ചേച്ചിയാണ്. ഹലോ, നീ എന്തെടുക്കുക ക്രിസ്റ്റി? ഞാൻ വെറുതെ ഇരിക്കുക ചേച്ചി, അവൻ പറഞ്ഞു. ആൻ്റപ്പൻ അത്താഴം കഴിച്ച ഉടൻ ഉറങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അവനൊന്നും മിണ്ടിയില്ല. നീ ഇപ്പോൾ ഇവളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുക. നമുക്ക് വല്ലതുമൊക്കെ മിണ്ടിയും പറഞ്ഞു. സലോമി ചേച്ചി അല്പം ബ്രാൻഡി അകത്താക്കിയിട്ടുണ്ടെന്ന് അവന് തോന്നി. വാക്കുകൾ പലതും തേഞ്ഞു പോകുന്നത് പോലെ. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ജാസ്മിൻ എന്നെ വിളിച്ചായിരുന്നു അല്ലേ? വിളിച്ചായിരുന്നു. ചേച്ചി എന്തോ പറഞ്ഞു. നീ നല്ല ഉറക്കമാണെന്ന്. അങ്ങനല്ലേ പറയാൻ പറ്റൂ. വൈൻ കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുവാണെന്ന് പറഞ്ഞ നിനക്കല്ലേ ക്രിസ്റ്റി നാണക്കേട്? സലോമി ചേച്ചി പറയുന്നതിലും ന്യായമുണ്ട്. പക്ഷേ നീ എന്താ ഇക്കാര്യം ചോദിച്ചത്? ജാസ്മിൻ വല്ലതും പറഞ്ഞോ? ഇല്ല ചേച്ചി. മൊബൈൽ നോക്കിയപ്പോൾ ജാസ്മിൻ വിളിച്ചതായിട്ട് കണ്ടു. സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വന്നില്ല. അവൾക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ടല്ലയോ ക്രിസ്റ്റി? ഇല്ല ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിനക്ക് തോന്നിയിട്ടില്ലെങ്കിലും അവൾക്ക് തോന്നിയിട്ടുണ്ട്. അത് വേണ്ട. അവളുടെ മനസ്സിൽ വേണ്ടാത്ത ആഗ്രഹം വല്ലതുമുണ്ടേൽ അതില്ലാതാക്കാൻ പാകത്തില്ല ഞാൻ ഇന്നലെ അവളോട് സംസാരിച്ചേ. നീ എൻ്റേത് മാത്രമാ ക്രിസ്റ്റി, സലോമി വികാര പാരവശ്യത്തോടെ പറഞ്ഞു. ഈ സംസാരം നീണ്ടാൽ പ്രശ്നമാകുമെന്ന് ക്രിസ്റ്റിക്ക് തോന്നി. എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും? പെട്ടെന്ന് ലാൻഡ് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ആരാ ക്രിസ്റ്റി പാതിരാത്രിയിൽ നിന്നെ വിളിക്കുന്നേ? ബെല്ല് കേട്ട് സലോമി ചോദിച്ചു. ഗസ്റ്റുകൾ ആരെങ്കിലും ആയിരിക്കും ചേച്ചി. ഞാൻ വെക്കുകയാണ്, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നു കിട്ടിയ സന്തോഷത്തോടെ അവൻ കോൾ കട്ട് ചെയ്തു. മേശപ്പുറത്തെ ഫോൺ അപ്പോഴും ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഹലോ മാനേജർ. റിസീവർ എടുത്ത് അവൻ പറഞ്ഞു. ക്രിസ്റ്റി, ഇത് ഞാനാ, സഞ്ജയ്, ജാസ്മിൻ്റെ കാമുകൻ. അവളെ ഓർത്ത് ഉറക്കം വരാതെ കിടക്കുകയായിരിക്കും. സർ പറയൂ. ഞാൻ പറഞ്ഞ കാര്യം ക്രിസ്റ്റി തിരക്കിയായിരുന്നോ? ഏത് കാര്യമാണ് സർ? ഞാനൊരു ഫോട്ടോ കാണിച്ചില്ലേ, ജാസ്മിൻ? ഓ അതോ? എനിക്ക് അങ്ങനെ ഒരാളെ പരിചയമില്ല സർ. ഞാൻ വട്ടവടയിൽ വന്നിട്ട് അധിക നാളായിട്ടില്ല. അത് കാരണം അവിടെ പരിചയം കുറവാണ്. അത് സാരമില്ല ക്രിസ്റ്റി. വട്ടവടയിൽ നല്ല പരിചയമുള്ള 2 പേരെ ഞാനിന്ന് പരിചയപ്പെട്ടു. അതിലൊരാൾക്ക് അവളെ അറിയാം. നാളെ വന്ന് വിവരം പറയും. അതാരാണ് സർ? സേവിയറും അയാളുടെ ഫ്രണ്ട് സിബിയും. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് ക്രിസ്റ്റിക്ക് തോന്നി. അതിനു മുമ്പ് ബോബി ചായന് മുന്നറിയിപ്പ് കൊടുക്കണം. താൻ കാരണം നാണക്കേടുണ്ടായി. ഇനി വൈഫിൻ്റെ അനിയത്തി കാരണം വീണ്ടും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ക്രിസ്റ്റി. എനിക്ക് അവളെ കിട്ടണം. അവൾ കിട്ടാക്കനിയാണ്. അതിന് മാധുര്യമേറും. അപ്പോൾ സാർ അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെ? വിശ്വാസം വരാതെ അവൻ ചോദിച്ചു. ഒന്നും നടന്നിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങളാണ് പറഞ്ഞത്. ക്യാമ്പസിലെ പല പെൺപിള്ളേരെയും ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ മാത്രം
പരൽ മീനിനെ പോലെ എൻ്റെ വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയി. ക്രിസ്റ്റി അറിയാതെ പല്ലുകൾ ഞെരിച്ചു. തെമ്മാടി! ഇപ്പോൾ തന്നെ 210 നമ്പർ റൂമിൽ ചെന്ന് അവൻ്റെ കഴുത്ത് ഞെരിച്ചാലോ എന്ന് തോന്നാതിരുന്നില്ല. പക്ഷേ വഴുതിപ്പോയ അവളെ ഇനി എങ്ങനെ കിട്ടും സർ? ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിച്ചു. അവിടെയാണ് ഞാൻ ബുദ്ധി ഉപയോഗിക്കാൻ പോകുന്നത്. അവൾ ഒരു ബലാത്സംഗ വീരനെ പഠിക്കാനല്ലേ വന്നിരിക്കുന്നത്. അയാൾക്ക് ഇക്കാര്യം അറിയില്ല. അറിഞ്ഞാൽ അയാൾ സഹകരിക്കില്ല. സഹകരിച്ചില്ലെങ്കിൽ അവൾ വെറും കൈയോടെ മടങ്ങേണ്ടി വരും. അതോടെ കോഴ്സ് പൂർത്തിയാക്കാൻ അവൾക്ക് കഴിയാതാകും അല്ലേ സർ? അതെ. അയാളെ കണ്ട് അവളുടെ വരവിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ അവൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരും. അവൾ ഈ റൂമിൽ വരും. ഇവിടെ നടക്കുന്നതെല്ലാം പിറ്റേന്ന് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ക്രിസ്റ്റിയെ കാണിച്ചു തരാം. സഞ്ജയ് പൊട്ടിച്ചിരിച്ചു. ക്രിസ്റ്റി പെട്ടെന്ന് റിസീവർ വെച്ചു. അവന് വല്ലാത്ത ഖേദം തോന്നി. പാവം ജാസ്മിൻ. മാപ്പ് പറയണം അവളോട്. പിറ്റേന്ന് പതിവിലും നേരത്തെ ക്രിസ്റ്റി ഡ്യൂട്ടി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നിറങ്ങി. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ബൈക്ക് പ്രവേശിച്ചു. അപ്പോൾ കോവിലൂർ നിന്ന് ആലുവയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് അവനെ കടന്നുപോയി. അടുത്ത ഭാഗം നാളെ.